സാറേ, ബംഗ്ലാദേശ് സജീവ് വാസിദ്, അതായത് ഷെയ്ഖ് ഹസീനയുടെ മകൻ, ഷെയ്ഖ് ഹസീനയുടെ മകൻ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനിലെ ISI, അവരുടെ ചാരസംഘടനയാണല്ലോ ISI ആണ് ഈ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുന്ന കലാപത്തിലേക്ക് നയിച്ചത്, അതിന് തെളിവുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. PT റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന. വലിയ കാര്യമൊന്നുമല്ല, നമുക്കറിയാലോ. ഈ പാകിസ്ഥാനാണ്, പക്ഷെ പാകിസ്ഥാൻ വെറും ഒരു കൈ മാത്രമാണ്, ബുദ്ധി കേന്ദ്രം കളിപ്പാവ് മാത്രമാണ്. ഇസ്രായേൽ ഇല്ലാന്ന് തോന്നുന്നു, അമേരിക്ക ഉണ്ടത്. അമേരിക്കയാണ് എൻ്റെ പണ്ട് അങ്ങനെ തന്നെയാണല്ലോ. ഈ രാജ്യം നമ്മളെ പലവണ്ണം ചർച്ച ചെയ്തതാണ്, അതുകൊണ്ടാണ് ഞാൻ അതിൽ ഇൻഡെപ്ത് പോകാത്തത്. ഈ രാജ്യം ഇതിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ അവിടുത്തെ ജനങ്ങളെ അടിച്ചമർത്തിയതും അവിടെ ഉറുദുവൽക്കരിക്കാൻ ശ്രമിച്ചതും എല്ലാം പാകിസ്ഥാനാണ്. ആ സമയത്തെല്ലാം തന്നെ ഇവിടെ ഈ ബംഗാളും ഇന്ത്യയിലൊക്കെ തന്നെ ഒരു തരത്തിൽ കമ്മ്യൂണിസ്റ്റ് താല്പര്യം ഉണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് ചായ ഉണ്ടായിരുന്നു. അന്ന് ശീതയുദ്ധം നടക്കുക. അതുകൊണ്ട് അന്ന് അമേരിക്ക അവിടെ കാണിച്ച എല്ലാ തോന്നിയാസങ്ങളും കൂട്ടുപിടിച്ച അമേരിക്കയാണ്. ബംഗ്ലാദേശില്. അതുകൊണ്ട് ഇന്ത്യയും അവരും തമ്മിൽ ഈ ബംഗ്ലാദേശിന്റെ അടുത്ത് യുദ്ധം ഉണ്ടായ സമയത്ത് കപ്പൽ പഠനം അയച്ചാരാ? അമേരിക്കയാണ്. നമ്മളെ ഭാഗത്തേക്ക് അയച്ചാൽ റഷ്യയാണ്. വളരെ വ്യക്തമാണ്. പക്ഷെ അന്ന് അമേരിക്കയുടെ നേരിട്ടുള്ള ഇൻട്രസ്റ്റ് ആയിരുന്നില്ല, പാകിസ്ഥാന്റെ നേരിട്ടുള്ള ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പൊ അമേരിക്കയുടെ നേരിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ്. പാകിസ്ഥാൻ ഇപ്പൊ അവര് സ്വന്തം കാര്യം നോക്കാൻ സമയമില്ല, ബംഗ്ലാദേശിന്റെ കാര്യം. ആ രാജ്യം ഇപ്പൊ 4 കഷ്ണാവെന്ന് ആലോചിച്ചോണ്ടിരുന്നത്. അല്ല, വലിയ പ്രശ്നം വെച്ചാൽ അവിടെ ആറ്റം ബോംബുണ്ട്. അതുകൊണ്ടാണ് അവര് ആളുകൾ കെയർ ചെയ്യുന്നത്. ഈ ആറ്റം ബോംബ് ഉണ്ട് അവിടെ ഇവന്മാരെ. അത് ലോകത്തെ തീവ്രവാദികളായി കിട്ടിയാലോ? ഇവന്മാര് ഇസ്ലാമിന് വേണ്ടി മരിക്കാൻ നടക്കുന്ന ഇവന്മാര് ഒരു ആറ്റം ബോംബും കൊണ്ട് 4 ബോട്ടിൽ മറ്റേ നമ്മൾ കടൽ നശിപ്പിക്കുക. ഇതൊരു ബോട്ടിൽ നിന്ന് അങ്ങ് പൊട്ടിയാൽ മതി, കരേനെ ബാധിക്കും അത്. ഈ പാകിസ്ഥാൻ ആളുകൾ എന്തുകൊണ്ടാണ് ഇന്ത്യ പോലും പാകിസ്ഥാൻ നശിച്ചു കാണാൻ ആഗ്രഹിക്കാതെ എന്തുകൊണ്ടാണെന്നറിയോ? ഈ സാധനം റോങ് ഹാൻഡിലേക്ക് പോകും. അല്ലെങ്കിൽ ഈ സാധനം അവിടെ മാറ്റണം. പിന്നെ ഈ നാളുകളെ കൈ കുറെ മിസൈലുകളുണ്ട്. ഈ മിസൈലുകൾ ഏതാണ്ട് ബംഗ്ലാദേശ് വരെ പോകാനുള്ള റേഞ്ചുള്ള മിസൈൽ ഉണ്ടാവും കയ്യിൽ. ഇതല്ലേ പ്രശ്നം. നമ്മൾ ഇറാനും പാകിസ്ഥാനൊക്കെ കളിക്കാൻ ലോകം മടിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ബഹുമാനൊക്കെ അത്യാവശ്യം ഭേദപ്പെട്ട സൈനിക പവറാണ്. എന്ന് വെച്ചാൽ ഇസ്രായേലിനെ മുന്നിൽ ഇറാനൊന്നുമല്ല, പാകിസ്ഥാനൊന്നുമല്ല. പക്ഷെ ഇസ്രായേലിനെ ബാധിക്കുകയില്ല, മറ്റു രാജ്യങ്ങളെ ബാധിക്കും. അതാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം. ഇറാന്റെ കയ്യിൽ ആറ്റം ബോംബ് ഇല്ലാന്ന് തോന്നുന്നു. ഇവരുടെ കയ്യിൽ ഡിക്ലെയർ ന്യൂക്ലിയർ പവർ അവർ 10-80 ആറ്റം ബോംബുണ്ട് അവരുടെ കയ്യിൽ. ഇറാന്റെ കയ്യിലില്ല, പക്ഷെ ഇറാൻ അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. 2 ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ സ്ഥിരീകരണം കണ്ണു അടച്ച് അവരെ ആക്രമിക്കാതിരിക്കാൻ കാരണം എനിക്ക് തോന്നുന്നതാണ്. ഈ സാധനം 2 മതിയല്ലോ. അല്ല, ഇറാൻ അതിലുള്ള ഫ്യൂസൊക്കെ അവർ ഇവിടുന്നൊക്കെ സംഘടിപ്പിച്ചിരുന്നു. ഇപ്പൊ ഏറ്റവും പുതിയ റിപ്പോർട്ടേഴ്സ് 2 ആഴ്ച കൊണ്ട് തയ്യാറാക്കുന്ന രീതിയിൽ 2 അവരുടെ കയ്യിലുണ്ടെന്നാണ്. അപ്പൊ അവിടെ അപ്പൊ ആ ന്യൂക്ലിയർ റിയാക്ടർ ആക്രമിക്കാൻ അവർ ഭയപ്പെടുന്നത് അതുകൊണ്ടാണ്. അത് ഭയപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്ന് പൊട്ടും. ഇറാനിൽ കിടന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആളുകൾ മരിക്കില്ലേ? അത് വലിയ പ്രശ്നമാകുന്നത്. അതാണ് ഇറാന്റെ ഒരു കാര്യം. അപ്പം പാകിസ്ഥാനാണ് എന്നുള്ളത് നമുക്കറിയില്ല. പാകിസ്ഥാൻ കലാകാലമായി കളിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. പക്ഷെ അവിടെ ഒരു കഴിഞ്ഞ 20 വർഷമായിട്ട് അവിടെ കളി അമേരിക്കയുടെ കളിയാണ്. അമേരിക്കയുടെ കളി എന്ന് വെച്ചാൽ അവരുടെ പുതിയ ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അനുസരിച്ചിട്ട് അവർക്ക് ആ മേഖലയിൽ ഈ ട്രൈ ജംഗ്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ മടിച്ചു പോകുന്നത്. ആ ട്രൈ ജംഗ്ഷൻ ഉണ്ടല്ലോ, ഇന്ത്യ, പിന്നെ ബർമ്മ ആൻഡ് ദിസ് പ്ലേസ് ചൈന, അവിടെ അവർക്ക് അവരുടെ രാജ്യം വേണം. അവരുടെ കപ്പൽപ്പടയ്ക്ക് തോന്നിയ പോലെ വന്നിറങ്ങാനും അവർക്ക് ഓപ്പറേഷൻ നടത്താനും അവരുടെ ഈ സ്വാധീനത്തിലുള്ള രാജ്യങ്ങളായ ഫിലിപ്പൈൻസും ഈസ്റ്റ് തിമോറും ഒക്കെ ആയിട്ട്. ഞാനിപ്പോൾ ഉദവുമാണ് ഞാൻ മതത്തിന്റെ പേര് പറയുന്നത്. ആ മതത്തിന് അതുമായിട്ടൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് അമേരിക്ക സാമ്രാജ്യത്വമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേര് പറയാത്തത്. പിന്നെ ഫിലിപ്പൈൻസും ഈസ്റ്റ് തിമോറുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അവർക്ക് അവിടെ രാജ്യം വേണം. അത് അവരുടെ അജണ്ടയാണ്. ഇത് നമുക്ക് ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനാണ്, അമേരിക്കയാണ്. പക്ഷേ ഇത് ആ ഷെയ്ഖ് ഹസീനയുടെ മകൻ തന്നെ പറയുകയാണ്. അതായത് ഉത്തരവാദിത്തപ്പെട്ട ആധികാരിക അമേരിക്ക എന്ന് പറയാൻ ധൈര്യമുണ്ടോ? അമേരിക്കയുടെ പേര് പക്ഷേ പറയുന്നില്ല. അവരും വന്നിട്ടുണ്ട്. അവരും പക്ഷേ അമേരിക്ക തന്നില്ല, വൈറ്റ് മാൻ എന്നാണ്. പക്ഷെ നമുക്കറിയാം അമേരിക്ക. വേറെ വൈറ്റ് മാൻ ഒന്നും ഇപ്പോൾ അവിടെ കിടന്ന് കളിക്കാൻ സാധ്യതയില്ല. ഇത് തുറന്ന് പറയുന്നത് പാകിസ്ഥാന്റെ പേരാണ് പറയുന്നത്. അവിടെ തന്നെ നോർത്ത് ഈസ്റ്റിൽ തന്നെ ആദ്യ കാലഘട്ടത്തിൽ അവിടെ വന്ന റോമൻ ക്രിസ്ത്യൻസ് അല്ല, ഈ ബാപ്റ്റിസ്റ്റ് ചർച്ചുകളാണ് പലതും. പിന്നെ ഇപ്പോൾ ആംഗ്ലിക്കൻ ചർച്ചുമാണ്. അമേരിക്കൻ ചർച്ച് വന്നത് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ അണ്ടറിലാണ്. കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ്. അതിപ്പോൾ കോൺഗ്രസിൻ്റെ പ്രശ്നം കൊണ്ടല്ല, അമേരിക്കക്കാർ ആ സമയം തൊട്ടാണ് അവരുടേതായ ഇമ്പീരിയലിസത്തിന് വേണ്ടി ആ രീതിയിൽ മതം ഉപയോഗിച്ച് തുടങ്ങിയത്. അവരാണ് കൂടുതൽ പ്രശ്നക്കാർ. ആരാണ്? ഇപ്പോൾ അമേരിക്കൻ ചർച്ച്. അപ്പം അത് പക്ഷേ കമ്പാരിറ്റീവ്ലി റീസെൻ്റ് ആയിട്ടൊരു ഡെവലപ്മെൻറ്റാണ്. ഇവിടെ നമുക്കറിയാലോ അത്തരം ചർച്ചകൾ ഉണ്ടായത്. റീസെൻ്റ് ആയിട്ടൊരു ഡെവലപ്മെൻറ്റാണ്.
അപ്പോൾ അമേരിക്ക ഇത് തുറന്ന് പറയാൻ ഷെയ്ഖ് ഹസീന കുറച്ചൊക്കെ പറഞ്ഞു, വൈറ്റ് മാൻ എന്ന് അവർ പറഞ്ഞു. നമുക്ക് ഗസ് ചെയ്യാം ആരായിരിക്കും അവിടെ സ്വാധീനം ഉണ്ടായ ശ്രമിക്കുന്നത്, അത് ഇവരാണ്. അപ്പോൾ അവരുടെ ജിയോ പൊളിറ്റിക്സിൻ്റെ ഇനി എനിക്ക് തോന്നുന്നില്ല രാജ്യവുമായി ട്രാക്ക് കയറും. കാരണം ഇസ്ലാമിസ്റ്റുകൾ അവിടെ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു, വലിയ അരാജകത്വത്തിലേക്ക് പോയി. ഇസ്ലാമിസം ഏതൊരു മതവും ഒരു രാജ്യത്ത് ആധിപത്യം സ്ഥാപിച്ച ആ മതത്തിൻ്റെ നാശമാണ്. അപ്പോൾ നിങ്ങൾ ഇസ്രായേലിൽ നോക്കി, ഇസ്രായേൽ അങ്ങനെയല്ല. ഇസ്രായേൽ 2000 വർഷമായി അവർ പീഡിപ്പിക്കപ്പെട്ട ഒരു ജനതയെ അവർ മാനസികമായി മാറിയ ആളുകളാണ്. മാത്രമല്ല യൂറോപ്യൻകാരുടെ ഈ പറയുന്ന ഒരു സമാധാനം ആഗ്രഹിക്കുന്ന ഒരു മനസ്ഥിതി അവർക്കുണ്ട്. പിന്നെ അവരെന്തുകൊണ്ടാണ് ലോകത്തിൻ്റെ പ്രശ്നം നിരന്തരം പലസ്തീൻ പ്രശ്നം നിൽക്കുന്നതെന്ന് വെച്ചാൽ അത് സോൾവ് ചെയ്യാൻ മറ്റു വഴിയില്ല എന്നുള്ളതാണ്. ആദ്യ സമയത്ത് പലസ്തീൻ വാദം ഉന്നയിക്കപ്പെട്ട സമയത്ത് 40-60 കൊടുത്തതാണ്. അത് ഈ അറബികൾ മേടിച്ചില്ല. എന്നിട്ട് ഇവർ പരസ്പരം അടിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഇവരടിച്ചിട്ട് എന്ത് ചെയ്തു, ജോർദാനൊക്കെ പലസ്തീൻ്റെ പല പ്രദേശങ്ങളും ഈ ഇസ്രായേലുമായിട്ട് സപ്പോർട്ട് ചെയ്ത് അവർ കൈയടിക്കുക, അവർ തിരിച്ചു കൊടുക്കും ഇല്ല. പിന്നെ ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന കൂടുതൽ ഭൂമി ഈ ഇസ്രായേൽ എടുത്തു എന്നാണ്. ഇസ്രായേലിൻ്റെ കയ്യിലുള്ള അധികം മരുഭൂമിയാണ്. ഗാസ പോലെ വെസ്റ്റ് ബാങ്ക് പോലെ ഫലഭൂഷ്ടമായ പ്രദേശമാണ് ഇവർക്ക് കൊടുത്തത്. ആദ്യം ഇസ്രായേൽ പറഞ്ഞത് മരുഭൂമി നിങ്ങളെടുത്ത മറ്റേത് നമുക്ക്, അത് ഇവർക്ക് സ്വീകാര്യമായിരുന്നില്ല. അപ്പോൾ അറബികളുടെ സത്യത്തിൽ അവരുടെ കഴിവുകളാണ് അവിടെ ആ പ്രശ്നത്തിനെയും വഷളാക്കിയത്, അല്ല അവരുടെ ഓവർ കോൺഫിഡൻസ് ആണ് കാര്യങ്ങളത്തിനെയും വഷളാക്കിയത്. അതുകൊണ്ടാണ് ഇസ്രായേൽ ബേസിക്കലി വന്ന് അവരവരുടെ കാര്യം നോക്കി കച്ചവടം നോക്കി നടക്കുന്ന ടീമാണ്. അവർക്ക് കച്ചവടത്തിൽ കുറച്ച് താല്പര്യങ്ങളുണ്ടാവും, അതല്ലാതെ അവർക്ക് വേറെ സാമ്രാജ്യത്തെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുള്ള താല്പര്യമൊന്നും അവർക്കില്ല. ലോകാധിപത്യം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇത് മോഹൻ തോമസ് പറഞ്ഞ പോലെ ലോകം നമ്മളെ കയ്യിലിരുന്നാൽ പോരെ, അവിടെ കയറിയിരിക്കേണ്ടല്ലോ. അതെ. അപ്പോൾ അതുകൊണ്ട് ഈ ബേസിക്കലി ഇത് അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട്. കാരണം അമേരിക്ക എന്ന ഒരുപാട് താല്പര്യം യൂതന്മാരുടെ, ജർമ്മൻകാരുടെ, ഇംഗ്ലീഷുകാരുടെ, ഇപ്പോൾ മുസ്ലിംസ് ഉണ്ട് അമേരിക്കയിൽ. അവരുടെയൊക്കെ സാമാജിക താല്പര്യങ്ങളുടെ ഒരു രൂപമാണ് അമേരിക്ക, രാഷ്ട്രീയ രൂപമാണ് അമേരിക്ക. അപ്പോൾ അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട്. അത് അവർ അമേരിക്ക തന്ത്രപരമായി ഉപയോഗിക്കുന്ന മതമാണ്. എല്ലായിടത്തും അവർ മതം ഉപയോഗിച്ചു. അഫ്ഗാനിസ്ഥാനിൽ അവർ മതമാണ് ഉപയോഗിച്ചത്. അവർ പിന്നെ ഈ പറയുന്ന പോലെ ഇന്ത്യയിൽ ഇപ്പോൾ അവർ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന മതമാണ്. അതിൻ്റെ മതം എളുപ്പം തേർഡ് വേൾഡ് രാജ്യങ്ങൾ എളുപ്പം തീ പിടിക്കുന്ന അവർക്കറിയാം. അപ്പോൾ ഇവർ അമേരിക്കനെ കുറ്റമായി അയാളെ മോനെ അമേരിക്കയിലാണ് താമസം, അമേരിക്കയിലാണ്. എനിക്ക് തോന്നുന്നു അമേരിക്ക പാകിസ്ഥാനിലെന്ന് തോന്നുന്നു. പാകിസ്ഥാൻ മുമ്പ് ഉണ്ടായിരുന്നു, 71 ഉണ്ടായിരുന്നു. അതാണ് അതിനുള്ള പ്രദേശം. ഇപ്പൊ അവർക്ക് അത് നോക്കാൻ സമയമില്ല. ഇദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് അമേരിക്കക്കാരിയാണ്. അപ്പൊ അതുകൊണ്ട് വിവാഹം പിന്നെ രണ്ടാമത് പോട്ടെ, അത് പ്രശ്നമല്ല. പക്ഷെ അവിടെ അല്ലേ അയാൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അമേരിക്കയുടെ പേര് കുറ്റം പറയും പറ്റത്തില്ല. ഇത് നമുക്ക് പുതുമയൊന്നല്ല. ഇത് എപ്പോഴും നമുക്ക് ഞെട്ടേണ്ട ആവശ്യമില്ലല്ലോ. അതിനുശേഷം പറഞ്ഞതിൻ്റെ നമ്മൾ ഓൾറെഡി ഞെട്ടിയിരിക്കുന്ന വിഷയമാണ്. സാമാന്യ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം അദ്ദേഹത്തിന് ഇപ്പം മനസ്സിലായി. അതിപ്പോ മനസ്സിലായി, അദ്ദേഹം പൂർണ്ണമായിട്ട് പറയാനും തയ്യാറല്ല. അതുകൊണ്ട് പാകിസ്ഥാൻ പാകിസ്ഥാൻ പണിയില്ലേ. പാകിസ്ഥാൻ ഇപ്പൊ ജീവിക്കാൻ ഗതിയിലാണ് നടക്കുന്ന രാജ്യമാണ്. അവർക്കിപ്പോ ഇനി അവിടെ താല്പര്യമില്ല. അവരുള്ള പ്രദേശങ്ങൾ എങ്ങനെ കൂട്ടി നിർത്താൻ നോക്കുകയാണ്. അന്നപ്പാണ് അവർ ഇത് പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ട് ഇവർ അമേരിക്ക കളിച്ചത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പാകിസ്ഥാനാണ് ISI ആണ് എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പാകിസ്ഥാൻ ഒരു ഇന്ത്യ വിരുദ്ധ അജണ്ട, കാരണം ബംഗ്ലാദേശ് എപ്പോഴും ഇന്ത്യ, പ്രത്യേകിച്ച് ഷെയ്ഖ് ഹസീന ഒരു ഇന്ത്യ ആഭിമുഖ്യം പുലർത്തുന്ന പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് അത് തകർക്കണം, അല്ലെങ്കിൽ ബംഗ്ലാദേശ് തകർക്കണം. രണ്ടാമത് ഇന്ത്യ വിരുദ്ധ അജണ്ട പാകിസ്ഥാന് ഇക്കാര്യത്തിലുണ്ടായിരുന്നു. അല്ല, പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്കൊരു മാതിര ഇൻട്രസ്റ്റ് ഈ കാര്യത്തിലുള്ളത് ഇന്ത്യ വിരുദ്ധത കൊണ്ടാണ്. കാരണം ഇന്ത്യ എങ്ങനെ സന്തോഷിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. പിന്നെ ഈ പറയുന്ന നാത്തൂൻ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന ഇഷ്ടമല്ല എന്ന് പറയുന്ന പോലെ ഇന്ത്യ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ ഈസ്റ്റേൺ ബോർഡറിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലല്ലോ. വി ആർ പ്രോബ്ലം വിത്ത് വെസ്റ്റേൺ ആസ് വെൽ ആസ് നോർത്തേൺ ബോർഡർ. ഈസ്റ്റും സൗത്തും വലിയ പ്രോബ്ലം ഇല്ലാതിരിക്കുകയാണ്. അപ്പോൾ അത് അവർക്ക്, അപ്പോൾ നമുക്കൊരു പ്രോബ്ലം വരുന്ന അവർക്ക് വലിയ സന്തോഷമാണ്. നമുക്കൊരു മിത്രത നഷ്ടപ്പെടുന്ന അവർക്ക് സന്തോഷമാണ്. അതിൻ്റെ പുറത്ത് പാകിസ്ഥാൻ ഒന്ന് ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ടോ? അല്ല, പാകിസ്ഥാൻ മറ്റ് ഇൻട്രസ്റ്റ് അവിടെ ഇല്ല. ഇന്ത്യക്കെതിരെയുള്ള താല്പര്യം, അതിനുള്ള ഗതി ഇല്ലാതെ നിൽക്കുന്ന പാകിസ്ഥാൻ. കാരണം ഇന്ത്യക്കെതിരെ കളിക്കണമെങ്കിൽ അവർക്ക് ഈ പറയുന്ന പോലെ പൈസ വേണ്ടേ. അതല്ല മോഡി നോട്ട് നിരോധനമൊക്കെ നടത്തി മുക്കിക്കളഞ്ഞത്. നോട്ട് നിരോധനം കുറ്റം പറയുമ്പോൾ നോട്ട് നിരോധന ഇമ്പാക്ട് പാകിസ്ഥാനാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, പിന്നെ ഇടയ്ക്ക് ഇപ്പോൾ കാശ്മീരിലൊക്കെ പൊട്ടുന്ന വെച്ചാൽ ഇവർക്ക് മറ്റോമാര് പൈസ കൊടുക്കല്ലോ. വേറെ ഇന്ത്യ വിരുദ്ധ ശക്തികളുണ്ടല്ലോ. നമ്മുടെ സുഹൃത്താണ് ഹായ് ജോൺ, ഹൗ ആർ യു, ഐ മിസ് യു എന്നൊക്കെ പറഞ്ഞ് ഉള്ളിൽ കൂടെ പണിയുന്ന ടീമുണ്ടല്ലോ. അങ്ങനത്തെ ടീമുണ്ടല്ലോ നമ്മുടെ രാജ്യത്തിന്. അവർ പൈസ കൊടുത്തിട്ടാണ് ഈ പൊട്ടിക്കുന്നത്. പിന്നെ അവരെ സന്തോഷിപ്പിക്കണ ഇടയ്ക്ക് പാകിസ്ഥാൻ 1-2 പൊട്ടിച്ചു കൊടുക്കണം, എങ്കിലേ അവർക്ക് സന്തോഷമാവുള്ളൂ. അപ്പോൾ ഇത് അത്രയുള്ള അതിൻ്റെ ഒരു കാര്യം. പാകിസ്ഥാൻ ഇതിൽ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ഇന്ത്യ വിരുദ്ധ അജണ്ട, അത്രേ ഉള്ളൂ.
അതിൽ കൂടുതൽ പാകിസ്ഥാൻ വേറെ അതിനപ്പുറത്തേക്ക് ഇപ്പോഴത്തെ പാകിസ്ഥാനെ സംബന്ധിച്ച് ശക്തിയില്ല, ശക്തിയില്ല. അല്ല, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അവിടെ പോകും. അതാണ് ശരി. ഈ ബംഗാളികൾ ഒരു മോശ ടീമാണ്. ബംഗാളി എല്ലാവരും അല്ലേ പറയുന്നത്. അവരുടെ ഒരു പൊതു കളിച്ച് അവർ വയലൻസ് തുടങ്ങിയപ്പോൾ ഭീകരമായ ഒരു വയലൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് മൃഗശാലയിൽ മാനിനെ പോലും വെറുതെ വിടുന്നില്ല. ആ സിനിമ കാണാനൊക്കെ എന്ത് ഉപയോഗിച്ചു? അതെ, എല്ലാവരും തല്ലിക്കൊല്ലുക. അതായത് പറഞ്ഞത് ഇവർക്കല്ല വലിയ ആരോഗ്യമില്ലാത്ത ടീമാണ്. മുമ്പ് ചർച്ച പറഞ്ഞപ്പോൾ ആരോന്ന് അയാൾ ബിഹാർ മണപ്പുറം നമ്മളത് കൂടുതൽ പറയാതിരുന്നത്. അപ്പോൾ യുവമാരെ സംബന്ധിച്ചിടത്തോളം യുവമാർക്ക് എന്നാൽ സുരേഷ് ഗോപി ആകാനാണ് ആഗ്രഹവും. ഈ ആഗ്രഹം മനസ്സിലുകൊണ്ട് നടക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസരം കിട്ടുക. അപ്പോൾ അവനങ്ങ് അഴിഞ്ഞാടും. നിങ്ങൾ ഈ അടി ഉണ്ടാവും നോക്കിയാൽ മതി. വലിയ തടിമാടന്മാരൊന്നും ആരെയും അങ്ങനെ കയറി അടിക്കുക. പക്ഷേ കൂട്ടമായിട്ട് അടി ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടെ വയലൻസ് കാണിക്കാതെ അറിയോ? ഈ ഒറ്റ തീരെ ആരോഗ്യമില്ലാതെ മെലിഞ്ഞ് ഹൈറ്റൊക്കെ വന്ന് നിൽക്കുന്നവല്ലേ, അവനാണ് ഭീകരമായിട്ട് അടിക്കുക. അവന് സുരേഷ് ഗോപി ആകാൻ ആഗ്രഹമുണ്ട്, അവരും അവനെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അവന് ഇതൊക്കെ തീർക്കാനുള്ള അവസരം കൂട്ടത്തിൽ അടിയുണ്ടാകുമ്പോൾ അവനാണ് ഭീകരമായിട്ട് അടിക്കുക. അതുപോലെയാണ് ഇവന്മാരുടെ അവസ്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.